ഹലോ ഗൈസ്, 2 ദിവസം ഞാൻ കണ്ണൂർ പോയിരുന്നു. കണ്ണൂരിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ജയേഷൻ്റെ വീട്ടിലായിരുന്നു താമസം. ചേട്ടൻ്റെ വീടാണ് കേട്ടോ ഇത്. വെട്ടുകല്ല് കൊണ്ട് തീർത്ത വീടാണ്. ശരിക്കും എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കേ അല്ല, ജയേഷൻ്റെ ഒരു സ്വപ്നം കൂടിയാണ് ഈ വീട്. നല്ല ക്രിയേറ്റീവായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും സ്റ്റേ അടിപൊളിയായിരുന്നു. ബാക്കി കാണാം കേട്ടോ. മെയിനായിട്ട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്. അതിൻ്റെ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കണ്ണൂർ പോയത്. അപ്പോൾ കണ്ണൂർ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ. വെള്ളം കൊള്ളാമെങ്കിൽ നമ്മൾ നീന്താനായിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരത്തേയുള്ളൂ കേട്ടോ. ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതായത് പല സ്വഭാവമുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില മനുഷ്യരുണ്ട് നമ്മളെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കയറി വരും, എന്നിട്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കും. സീരിയസ്ലി ഞാനിപ്പോൾ പറയാമല്ലോ, നമ്മുടെ ജയേഷേട്ടനല്ലേ, പുള്ളിക്കാരൻ അതുപോലെയാണ് കേട്ടോ. ഞാൻ അപ്പോൾ വഴിയാണ് പരിചയപ്പെടുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് പരിചയപ്പെട്ട ഒരു ആളാണ് ജയേഷേട്ടൻ. പക്ഷേ പുള്ളിക്കാരൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് കണ്ണൂരുകാരെ എല്ലാവരും ഇങ്ങനെയാണോ? കാരണം ചേച്ചി ആയിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്. നമ്മൾ വന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്തു, അതിൽ നിന്ന് അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം നമ്മളെ എങ്ങനെയൊക്കെ കംഫോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. ശരിക്കും ആ സ്നേഹമല്ലേ, നമുക്ക് ആ സ്നേഹം ഒരിക്കലും കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും ചില മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഞാൻ അതാണ് പയ്യെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നാണേ. എൻ്റെ പഴയ വീടുണ്ടായിരുന്നു കേട്ടോ. പഴയ വീട് കുഞ്ഞു വീടായിരുന്നു, അയിരുപ്പാറായിരുന്നു. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്നത് 2 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ആ ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഇതുപോലെ ആയിരുന്നു. പണ്ടത്തെ വീടാ, മണ്ണ് വെച്ച വീടാ. ഓടമില്ല, ഇത് ഓലയായിരുന്നു. പിന്നെ അതിനെ ഷീറ്റാക്കി. നല്ല സുഖമാണ്. നമ്മൾ പുഴയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും വെള്ളം കൂടിക്കഴിഞ്ഞാൽ. പക്ഷെ പൊതുവെ കാണാനും നല്ല രസമുണ്ട്. അതെ, കുളിക്കാനല്ല, ഇവർക്ക് ഇതെടുക്കാനാ, വീഡിയോ എടുക്കാൻ. അവിടെ നല്ല ഒഴുക്കുണ്ടാവും അല്ലേ? ഒഴുക്ക് കാണൂല അവിടെ? ശരിക്കും നല്ല ആഴം ഉണ്ടാവും അല്ലേ? അവിടെ ആഴം കുറവാ? വെള്ളം ഉണ്ടാവും. നോക്കവാ അല്ല, അല്ലെങ്കിൽ ഇവിടെ വരാം. അപ്പന് ഇഷ്ടപ്പെട്ടില്ലേ ഇവിടെ? നല്ല രസമല്ലേ? പിന്നെ കിട്ടിയ സ്ഥലം അടിപൊളിയല്ലേ, നല്ലൊരു വൈബ്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് വന്ന് കണ്ടപ്പോഴേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കുറച്ച് ടാസ്കുള്ളൊരു വഴിയാണ്. നോക്കിയാൽ ഇവിടെ കുറച്ചുകൂടെ നല്ല സ്പോട്ടാണ്.
അപ്പോൾ നേരത്തെ വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് തവണ ഞാനൊരു ഫാമിലി ഫ്രണ്ട്സും കുറേ പേരുള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ സ്പോട്ടൊക്കെ ആദ്യമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയേഷനെ പരിചയപ്പെടുന്നത് അപ്പു വഴിയാണ് കേട്ടോ. അപ്പൂൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പൂൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെയാണ് ഞാൻ ജയേഷനെ പരിചയപ്പെടുന്നത്. അപ്പോൾ കണ്ണൂർ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നാലും ഇവിടുത്തെ ആൾക്കാരായിരുന്നാലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ജയേഷനായിരുന്നാലും വന്നിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മളിവിടുന്ന് പഴശ്ശിനിക്കടവ് പോകണം. അതിന് മുമ്പ് ജയേഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ വീടുണ്ട്. അത് ഈ പഴശ്ശിനിക്കടവ് അടുത്ത് തന്നെയാണ്. അവിടെ ഒരു കുളമുണ്ട്. നമ്മൾ ഇവിടെ കുളിക്കാമെന്ന് പറഞ്ഞാൽ വന്നത്, പക്ഷേ ഇവിടെ അതിനുള്ള ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ? കുറേ നേരം ഇരിക്കാം. ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യും. കുളിക്കാനുള്ള ഒരു ഇതില്ല. അത് അവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്. അവിടെ അടിപൊളിയാണ്. അവിടെ നല്ല രസമാണ്. അപ്പോൾ അവിടെ പോയി കുളിക്കാൻ നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കാമെന്നാണ് അപ്പോൾ പറയുന്നത്. നമ്മളപ്പോൾ പറശ്ശിനിക്കടവ് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ വണ്ടിയൊക്കെ സെറ്റാണ്. വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകാൻ പോണത് പറശ്ശിനിക്കടവാണ്. അത് പോകുന്നതിന് മുന്നേ നമ്മളൊരു കുളത്തിൽ പോകും കേട്ടോ. അവിടെ നിന്ന് കുളിച്ചിട്ടായിരിക്കും നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കാണാം. ആ കുളവും കാണാം, അതുപോലെ പറശ്ശിനിക്കടവും കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ പറശ്ശിനിക്കടവിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ആയിത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജയേഷേൻ്റെ വീട്. അവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റേഴ്സ് ഉണ്ട് പറശ്ശിനിക്കടവിലേക്ക്, ക്ഷേത്രത്തിലേക്ക്. മാത്രമല്ല ചേട്ടൻ്റെ കുടുംബ വീട്ടിലേക്കും പോകുന്നുണ്ട്. അവിടുത്തെ കുളത്തിൽ കുളിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഉച്ചയോടെയാണ് കേട്ടോ നമ്മൾ യാത്ര തിരിച്ചത്. പോകുന്ന വഴി നല്ലൊരു ബീച്ചുണ്ട്, പയ്യാമ്പലം ബീച്ച്. അപ്പോൾ അവിടെ കയറണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു. എന്തായാലും കണ്ണൂരുകാരുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവരുടെ ഡ്രൈവിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഏകദേശം ഒരു 3 തവണയെങ്കിലും ഇടിച്ചിടാനായിട്ട് വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് ഒരു മര്യാദ ഇല്ലാണ്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെത്തി. ടൂറിസ്റ്റുകാർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. സമയം കളയാൻ നിന്നില്ല, നേരെ നമ്മൾ ബീച്ചിനുള്ളിലേക്ക് കയറി. സീ പാത്ത് വേ പയ്യാമ്പലം. ഈവനിങ് ടൈം നല്ലൊരു വാക്ക്, അതിൻ്റെ കൂടെ സൺസെറ്റ്, ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നല്ല വ്യൂ ആണ് കേട്ടോ. മാത്രമല്ല നല്ല കാറ്റും വീശുന്നുണ്ട്. ഫുട്പാത്ത് പോലെ നീണ്ടു കിടക്കുന്ന വഴി, തൊട്ടടുത്ത് ലൈറ്റ് ഹൗസും. എന്തായാലും ബീച്ചിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 20 റുപ്പീസാണ് കേട്ടോ. ഇനി ലൈറ്റ് ഹൗസിൽ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. മനോഹരമായ സ്റ്റാച്യൂസും ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെയും നമ്മുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴി നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിലൊക്കെ നിർത്തിയാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മളവിടെ എത്തിയത്. പോകുന്ന വഴിയിൽ ഒരു അമ്പലം കണ്ടു. ശിവക്ഷേത്രമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അടിപൊളി കുളമുണ്ട് കേട്ടോ. അവിടെ കുളിക്കണം, ആ അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അധിക നേരം അവിടെ നിന്നില്ല. ഇതാണ് ആ അമ്പലം. മാടായി ശിവക്ഷേത്രം എന്നാണ് കേട്ടോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ. എന്തായാലും ഇനി പോകുമ്പോൾ ആ അമ്പലത്തിൽ പോകണം എന്നും അമ്പലക്കുളത്തിൽ കുളിക്കണമെന്നും ഞാൻ തീരുമാനിച്ചു. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ജയേഷൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. കുടുംബ വീടാണ് കേട്ടോ. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കുളം. കുളത്തിനോട് ചേർന്ന് തന്നെ അമ്പലമുണ്ട് കേട്ടോ. ഇവിടെ കുളിച്ചിട്ടാണ് ഇനി നമ്മൾ നേരെ പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവിലെ വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.